ഹലോ, ഇത് കേരളത്തിനാ. ഞാൻ ചന്ദ്രേട്ടന്റെ അനിയനാ, ഗണേശൻ. ചന്ദ്രേട്ടനില്ലേ? ഷോപ്പിംഗ് മോളിലേക്ക് പോയല്ലോ. എന്താ? അയ്യോ, അത് വളരെ അത്യാവശ്യമായിരുന്നു. ഞാൻ ചന്ദ്രേട്ടന്റെ മൊബൈൽ ഫോണിൽ വിളിച്ചു, റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. മൊബൈൽ ഇവിടെ വെച്ച് മറന്നുപോയതാ. അയ്യോ, അത് ഒരു ഉപകാരം ചെയ്യാൻ പറ്റുമോ? ഏട്ടൻ വരുമ്പോ ഒന്ന് ഇങ്ങോട്ട് വീട്ടിലേക്ക് ഒന്ന് വിളിക്കാൻ പറയോ? ഓ പറയാം. പറയണേ, വളരെ അർജന്റാണ്, മറക്കരുത്. എന്തായി? ഏട്ടൻ ജസ്റ്റ് ഓഫീസിലേക്ക് ഇറങ്ങിയത്. ഹൈ, നിരാശപ്പെടേണ്ട കാര്യമില്ല. ഏട്ടൻ ഇങ്ങോട്ട് വിളിച്ചിരിക്കും. അതിനുള്ള ഒരു സിംഗിൾ ഡോസ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. വിളിച്ച ഞാൻ വയ്യാതെ കിടക്കുകയാണെന്നൊന്നും അവനോട് പറയണ്ട. അതൊന്നും എന്റെ കുട്ടിക്ക് സഹിക്കില്ല. വേറെന്തെങ്കിലും കള്ളം പറഞ്ഞ്. വേറെന്ത് കള്ളാ പറയാ? ഞാൻ ഏതെങ്കിലും പെണ്ണിന്റെ കൂടെ ഒളിച്ചോടി പോയിന്ന? അല്ല, അത് അമ്മയൊന്നും പറയണ്ട. ചതിക്കാനോ വഞ്ചിക്കാനോ വേണ്ടിയല്ലോ ചന്ദ്രേട്ടനെ ഇങ്ങോട്ട് വിളിച്ചു വരുന്നത്, അല്ലേ? അതെ. ആ, അതാണ്. നല്ലത് നടക്കാൻ വേണ്ടി അല്ലറ ചില്ലറ കള്ളത്തരങ്ങൾ പറയുന്നുണ്ട്, തെറ്റൊന്നുമില്ലാന്ന് എല്ലാ വേദഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ടല്ലോ അമ്മാവാ. പറഞ്ഞിട്ടുണ്ടടാ. അപ്പൊ അമ്മ മിണ്ടാണ്ട് ഇവിടെ അങ്ങോട്ടിരുന്നാ മതി. നിന്നാലും കുഴപ്പമൊന്നുമില്ലടാ. അമ്മേ, ഏട്ടന്റെ സ്വഭാവം അറിയാലോ. പോയാ പിന്നെ 2 വർഷമെങ്കിലും തയ്ക്കാതെ നാട്ടിലേക്ക് വന്ന ഗൾഫുകാരന്റെ വെയിറ്റ് കുറഞ്ഞു പോകുന്നു പറയുന്ന പാർട്ടിയാ ഏട്ടൻ. ഇതും അങ്ങനെ തന്നെ മതിയോ? അതല്ലടാ, എന്നാലും ഒരെന്നാലും ഇല്ല. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഞങ്ങളൊക്കെ ഉണ്ട്. അതിനിടയിൽ അമ്മ കുഴപ്പിക്കാതിരുന്നാ മതി. അച്ഛമ്മേ, അച്ഛമ്മേ. എന്താ മോളെ? വല്യച്ഛൻ ഒന്ന് വന്നോട്ടെ അച്ഛമ്മേ. ഓ, വന്നോട്ടെ. ഞാൻ പറഞ്ഞത് കേട്ടാ മതി. അത് അവൻ തന്നെയാ. പറഞ്ഞ കാര്യങ്ങൾ കണ്ണും പൂട്ടി അങ്ങോട്ട് പറയാ, അത്ര തന്നെ. ഇത്ര ചെറിയ പ്രായത്തിലെ ഖദറിട്ട എന്നെ കള്ളം പറയാൻ ആരും പ്രത്യേകം പഠിപ്പിക്കണ്ട. ഈശ്വര, എന്റെ കുട്ടിയോട്. ഹലോ ഏട്ടാ, ഞാൻ ഗണേശനാ. അല്ല, അത് ഇന്ന് രാവിലെ ഇവിടെ ചെറിയൊരു പ്രശ്നം. അല്ല, അത് നമ്മുടെ അമ്മയ്ക്ക് BP ഇത്തിരി കൂടിയപ്പോ പിന്നീട് അത് ഭയങ്കരമായിട്ട് കൂടി. എന്നിട്ടൊരു തളർച്ച ഉണ്ടായി, പിന്നെ ഒരു ബോധക്ഷയും. ടെൻഷൻ എടുക്കണ്ടെന്ന് പറ. ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇഞ്ചക്ഷനും മരുന്നൊക്കെ കൊടുത്തു. വൈകുന്നേരം വരെ ആ മയക്കത്തിൽ അങ്ങനെ കിടന്നു. ഒരു 5-5:30 ആയപ്പോ കണ്ണ് തുറന്നിട്ട് ഞങ്ങൾ എല്ലാവരെയും നോക്കി ഒരൊറ്റ കരച്ചില്, എനിക്ക് എന്റെ കുട്ടിയെ കാണണം, എനിക്ക് എന്റെ കുട്ടിയെ കാണണം എന്നും പറഞ്ഞിട്ട്. അത് കേട്ടപ്പോ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും അത് സഹിച്ചില്ല. ടെൻഷൻ എടുക്കണ്ടെന്ന് പറ. ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഏട്ടാ. എന്നാലും അമ്മ വീണ്ടും വീണ്ടും അങ്ങനെ പറയുമ്പോ ഏട്ടനോടൊന്ന് പറഞ്ഞില്ലെങ്കിൽ അതൊരു ചതിയായി പോവില്ലേ എന്നൊരു തോന്നല്. ആയിക്കോട്ടെ, മതി മതി, ശരി. അവൻ എന്ത് പറഞ്ഞു? ഓപ്പറേഷൻ സക്സസ്. ഓപ്പറേഷൻ? ആരുടെ ഓപ്പറേഷൻ? അങ്ങനെ ഒരു കാര്യം നീ അവനോട് പറഞ്ഞില്ലല്ലോ. ഓ, അമ്മാവന്റെ ഒരു കാര്യം, ദൗത്യം വിജയിച്ചു. എങ്ങനെ? PK ചന്ദ്രൻ എന്ന പുരമനയിൽ ചന്ദ്രൻ അവിടുത്തെ സകല തിരക്കുകളും മാറ്റിവെച്ച് നാളെ ഇവിടെ പറന്നെത്തുന്നു. ഈശ്വര, നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. എന്റെ ഭഗവതി, ഇത് ചതിയായി പോയി. ഇന്റർനാഷണൽ ചീറ്റിംഗ്. നിങ്ങൾ എന്തൊക്കെയാ പറയണേ? അവൻ വരുന്നതിന് ഇവിടെ എല്ലാരും സന്തോഷിച്ചിരിക്കുക. അതിനിടയ്ക്ക് നിങ്ങൾ മാത്രം ഞെട്ടുന്നോ? ഞാൻ ഞെട്ടോടി, വേണ്ടി വന്ന പൊട്ടിത്തെറിക്കും. അതൊന്നും നിനക്കും ഈ തരണിമണികൾക്കും അറിയേണ്ട കാര്യമില്ലല്ല. ഈ അച്ഛന് വട്ട് നിന്റെ അപ്പനാടി. അത് തന്നെയല്ലേ അവളും പറഞ്ഞത്. പറഞ്ഞു കൊടുക്കടി. അങ്കിൾ ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ അടിച്ചു പൊളിക്കാനിരിക്കും. അങ്കിൾ ഇങ്ങോട്ട് എത്തിയ മക്കൾക്ക് അടിച്ചു പൊളിക്കാം, പക്ഷെ ഈ അച്ഛന്റെ അടി പൊളിയും. അതുകൊണ്ട് തന്നെ ഈ മനാത്തുടി മാധവന്റെ കൊക്കില് ജീവനുണ്ടെങ്കിൽ ഈ വരവ് ഞാൻ ചീറ്റിച്ചിരിക്കും. ഒരു ഒടുക്കത്തെ വിളിപ്പിക്കല്. നന്ദി കേടെന്ന് പറഞ്ഞാ പോരാ, നാറിയ ഏർപ്പാടെന്ന് വേണം പറയാൻ. എന്നോടാണാവോ? അല്ല, ദേവാ. എന്ത് പറ്റിയളിയോ? രാവിലെ തന്നെ ഹൈ BP-ലാണല്ലോ. 10-22 വർഷങ്ങൾക്ക് മുമ്പ് 8ഉം പൊട്ടും തിരിയാത്ത പ്രായത്തില് പെറ്റമ്മയുടെയും കൂടപ്പുറപ്പുകളുടെയും കണ്ണീര് കണ്ട് കപ്പല് കയറിപ്പോയ പാവത്തിനെ പറ്റിക്കാൻ പെറ്റതള്ള ചാവാൻ കിടക്കണെന്നും പറഞ്ഞോണ്ട് ഇല്ലാത്തൊരു കഥയുണ്ടാക്കി സെന്റിമെന്റ്സ് അടിച്ചു വിളിപ്പിക്കാൻ എങ്ങനെ തോന്നി? പോയതിൽ പിന്നെ ഇങ്ങോട്ട് കാലുകുത്താത്ത ഒരുത്തനാണെങ്കിൽ തരക്കിടില്ല. ഇതിപ്പോ ഇവിടുന്ന് പോയിട്ട് 1.5 വർഷം കഴിഞ്ഞിട്ടില്ല. അതിനിടയിൽ ഇതുപോലത്തെ തിയേറ്ററായിട്ട് നാടകം കളിച്ച് എന്റെ അളിയനെ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിക്കാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? വടി പോലെ നിക്കണ കണ്ടില്ലേ? ഇവന്മാരൊക്കെ വെറും എച്ചില് നക്കികൾ. ആ ദേവൻ അടുത്തവൻ. പക്ഷേ നാഴികയ്ക്ക് 400 വട്ടം എന്റെ കുട്ടി എന്ന് പറഞ്ഞ് തേന് ഒലിപ്പിച്ച് നിൽക്കുന്ന പെറ്റ തള്ളക്ക് എങ്ങനെ കഴിയും നെറിവുകേടിന് കൂട്ടിക്കാൻ? ഓഹോ, അപ്പൊ എന്റെ ഊഹം തെറ്റിയില്ല. എല്ലാം നിന്റെ ഈ കഞ്ഞിമുക്കിയ കതറിന്റെ ഐറ്റംസ് ആണല്ലേ? അതെ. ആഹാ, എന്നാ ഈ അളിയൻ മാധവൻ ആരാണെന്ന് കാണിച്ചു തരാം. അത് ശരി, മനാത്തുടി മാധവനോടാണ് അവന്റെ ഒരു ഇങ്ങോട്ട് വന്നേ. എന്താ? എന്തിനാ മാധവ നീ ഇതിന്റെ പേരിൽ കിടന്ന് തുള്ളണത്? അവൻ വരുന്നത് നിന്നെ കൊല്ലാനോ ഒന്നുമല്ലല്ലോ. അല്ല, അത് മറ്റേ വരുന്നു. ഇറങ്ങ മക്കളെ.
അങ്കിളിന്റെ അടിപൊളി സംഘം പെട്ടിയും പ്രമാണമായിട്ട് ഇങ്ങ് എത്തിയാ. ഈ ഓട്ടോ കാശ് വേസ്റ്റാ. അളിയൻ ഇങ്ങോട്ട് വരുന്ന പ്രശ്നമില്ല. ഇവനിപ്പോ എന്താ പറ്റിയേ? എനിക്കറിയില്ല എന്റെ അമ്മാവ. എന്നാ എനിക്കറിയാം. കാവിലമ്മയാണ് ഈ വരവ് ഞാൻ കലക്കിയിരിക്കും. ഇതൊരൊത്തു കളിയാണെന്ന് അളിയനോട് ഞാൻ വിളിച്ചു പറയാൻ പോയത്. മാധവ, നീ എന്തൊക്കെ കളി കളിച്ചാലും ചന്ദ്രനെ നിനക്ക് കിട്ടില്ല. വേറൊന്നുകൊണ്ടല്ല, അവൻ അവിടുന്ന് പുറപ്പെട്ടു. ഈശ്വര, ദുരിതങ്ങൾ കൂത്താടും ഉലകത്തിൽ നിന്നെ പരിപൂർണ തേജസ്സു വിളയാടി കാണാൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവമേവം പരിശുദ്ധ വേദാന്തം സഫലമായി തീരാൻ. Go to your classes. പണ്ടാറടങ്ങാനായിട്ട്. കുഞ്ഞിരാമ, ലോങ് ബെല്ലടി. ലോങ് ബെല്ലടിക്കാനോ? ആ, അസംബ്ലി കൂടി കഴിഞ്ഞുള്ളൂ, അപ്പോഴേക്കും ലോങ് ബെല്ലടിക്കാനോ? അസംബ്ലി കൂടാണ്ട് ഇതെന്താ പാർലമെന്റാ? എന്റെ അളിയൻ ഗൾഫിൽ പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശുകൊണ്ട് മരിച്ചുപോയ അവന്റെ അച്ഛന്റെ പേരിൽ ഉണ്ടാക്കിയതായി സ്കൂള്. ഇന്നവൻ നാട്ടിലേക്ക് വരുന്ന ദിവസമായിട്ട് സ്കൂളിന് അവധി കൊടുത്തില്ലെങ്കിലേ ഞാൻ പിന്നെ ഈ സ്കൂളിന് മേലധികാരിയായിട്ടിരിക്കുന്നത് എന്തിനാണോ? പോയി അടിയുടെ ലോങ് ബെൽ. സാറേ, വ്യക്തിപരമായ സ്വാർത്ഥ താല്പര്യം പറഞ്ഞ് ഒരു ദിവസം പോലും സ്കൂൾ മുടക്കരുതെന്ന ചന്ദ്രേട്ടന്റെ ഫിലോസഫി. പിന്നെ മേലധികാരിയല്ല, സാക്ഷാൽ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞാലും ഈ കുഞ്ഞിരാമൻ ബെല്ലടിക്കില്ല. അടിക്കില്ല? ഇല്ല ഇല്ല ഇല്ല. എന്നാ ഞാൻ അടിക്കാടാ. എന്റെ അസംബ്ലി സ്കൂൾ വിട്ടിട്ടില്ല. ഇത് പിടിച്ചേ, പോയി തൂക്കണ അവിടെ. എന്റെ വിദ്യാഭ്യാസം ഇത് മേലധികാരി. ഫസ്റ്റ് ആയിട്ട് പോട്ടെ. ഇന്ന് നാളെ ഇല്ല. May I have your attention, please? Indian Airlines announces the arrival of their flight number IC112 from Abu Dhabi. Thank you. ഹലോ. ആ, ഞാൻ എയർപോർട്ടിലാണ്. ഹായ് രസം. അതെ അതെ, ചന്ദ്രേട്ടൻ വരുന്നുണ്ടെന്ന്. ആ, ഞാൻ പിന്നെ വിളിക്കാം. ആ പേടകത്തിൽ വന്നവരൊക്കെ പുറത്തിറങ്ങി. അളിയും വരുമെന്ന് എനിക്ക് തോന്നല്ല. മാധവ, നീ നിന്റെ കരിനാക്ക് വളച്ച് എന്തെങ്കിലും മിണ്ടിയാലുണ്ടല്ലോ. ഞാൻ മിണ്ടിയതല്ല, കാര്യം ആ, പറഞ്ഞതാ. നീ കാര്യം പറയണ്ട. എക്സ്ക്യൂസ് മീ, അസ്സലാമു അലൈക്കും. ചന്ദ്രേട്ടന്റെ കുടുംബമല്ലേ? അതെ, കറക്റ്റ്. ഇവനാര്, രജനീകാന്തോ? അപ്പൊ എന്റെ കണക്കൂട്ടലുകൾ തെറ്റിയില്ല. ഐ ആം സുലൈമാൻ, കുറ്റിച്ചിറ സുലൈമാൻ. 25 വർഷങ്ങൾക്ക് മുൻപ് കോഴിക്കോട് കുറ്റിച്ചിറയിൽ നിന്ന് നാടുവിട്ട് മദ്രാസ് ചെന്നൈ വഴി ഞാൻ മുംബൈയിലെത്തി. അവിടെ ഒരുപാട് വർഷം ഞാൻ തെണ്ടിത്തിരിഞ്ഞു. അങ്ങനെ അവസാനം ഞാൻ അബുദാബിയിലെത്തി. അവിടെ വെച്ചാണ് വിശാല മനസ്കനും സർവ്വസമ്മതനും സമ്പന്നനും അതിലുപരി ഗൾഫ് മലയാളികളുടെ കണ്ണിലുണ്ണിയുമായ പ്രതാപ് കെ ചന്ദ്രൻ എന്ന ഉരമനയിൽ ചന്ദ്രനെ ഞാൻ കണ്ടുമുട്ടിയതും പിന്നീട് കൂട്ടിമുട്ടിയതും. ആ കൂട്ടിമുട്ടലിൽ തുടങ്ങിയ സൗഹൃദം വളർന്നതാ ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഒരു ഡേസം ബ്രേക്ക്, ഒരു സഡൻ ബ്രേക്ക് ഇട്ട് നിൽക്കുകയാണ്. ബൈ ദ ബൈ, ഞാൻ വന്നത് വേരന്വേഷിച്ചാ. അതെ, വേര്. എന്ത് പേര്? എന്റെ പേര് കണ്ടിട്ടേ പേര് പോലെയാണല്ലോ ഇരിക്കുന്നത്. പിന്നെ എന്തിനാ പുതിയ പേര് അന്വേഷിക്കുന്നത്? എക്സ്ക്യൂസ് മീ, ഈ കുടുംബത്തിലെ കോമഡി ആർട്ടിസ്റ്റ് ആണല്ലോ ഇയാള്. അതെ അതെ, കണ്ടറിഞ്ഞൂടെ? ഞാൻ ഉദ്ദേശിച്ചത് തായ്വേര, ഐ മീൻ മൈ ബാപ്പ. താൻ തന്റെ തായ്വേരോ തന്തവേരോ എന്ത് കുന്തം വേണമെങ്കിലും അന്വേഷിച്ചോ. ഇവിടെ ആർക്കും ഒരു വിരോധമില്ല. ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ ചന്ദ്രനെയാ. അവൻ എവിടെ? അതിപ്പോ ഒറ്റ വാക്കി പറഞ്ഞാല് ഐസ് ഉള്ളപ്പോ പൈസ ഉണ്ടായില്ല, പൈസ ഉള്ളപ്പോ ഐസ് ഉണ്ടായില്ല, ഐസും പൈസ ഉണ്ടായപ്പോ സ്കൂൾ ഉണ്ടായില്ലെന്ന് പറഞ്ഞു മതി. ഇവിടെ ഇപ്പൊ ആരോ സ്കൂളിൽ പോണേ? കാര്യം തെളിച്ചു പറയടോ. എന്നാ പറയാം. ഫ്ലാറ്റിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഇറങ്ങിയത്. ഫ്ലൈറ്റിൽ കയറിയതും ഒരുമിച്ചാണ്. ബട്ട് ഫ്ലൈറ്റ് മുകളിലേക്ക് പൊങ്ങിയപ്പോ ഞാനൊന്നും ഇറങ്ങിപ്പോയി. ഇനി പുള്ളിക്കാരൻ ഏതെങ്കിലും സ്റ്റോപ്പിൽ ഇറങ്ങിപ്പോയോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പക്ഷെ ഇവിടെ ഒന്ന് ഇറങ്ങിയപ്പോ ആളെ കാണാനില്ല. ടോട്ടലി മിസ്സിംഗ്. എന്റെ ഈശ്വരൻ, ഞാൻ എന്തായി കേക്കണേ? മനുഷ്യനെ വെറുതെ വട്ടുപിടിപ്പിക്കാതെ കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറ. തെളിച്ച് ഞാൻ പറയാം. ഇവന്റെ ഈ കഞ്ഞിമുക്കിയ സാധനത്തിൽ നിന്നുണ്ടായ കുരുട്ട് ബുദ്ധിയുടെ വാസ്തവം അളിയൻ അവിടെ വെച്ചേ പിടികിട്ടി, അത്ര തന്നെ. ഓ, എന്തായിരുന്നു എല്ലാത്തിന്റെ ആവേശം. അങ്കിളിങ്ങെത്തി അടിച്ചു പൊളിക്കാന്ന്. എന്നിട്ട് പെഞ്ചായി. ഇല്ല, ഈ കോമാളി പറഞ്ഞാ ഞങ്ങൾ വിശ്വസിക്കില്ല. ചന്ദ്രൻ വരൂന്ന് പറഞ്ഞാ അത് ഉറപ്പാ വരും. വരും. എയർപോർട്ടിലല്ല, ആകാശത്ത് വരും. സാക്ഷാൽ പൂർണ്ണചന്ദ്രൻ. ഈ സൂര്യൻ ഒന്ന് അസ്തമിച്ചോട്ടെ. ഞാൻ ചൂണ്ടിക്കാണിച്ചതേ ഈ അമ്മാവന്, അമ്പിളി അമ്മാവന്. കേട്ടാ? കുഴപ്പമില്ല. എന്ത് പറ്റിയ അളിയാ? ചന്ദ്ര,
അതെ, ചന്ദ്രൻ. സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്ന സാക്ഷാൽ പൂർണ്ണചന്ദ്രനല്ല. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്ന സാക്ഷാൽ പുരമനയിൽ ചന്ദ്രൻ, പ്രതാപ് കെ ചന്ദ്രൻ. യെസ്. ഹാവു, ഇയാളുടെ വർത്താനം കേട്ടപ്പോ വിളിക്കാത്ത ദൈവങ്ങളില്ല. അതൊക്കെ ഇവന്റെ ഓരോ നമ്പറുകളല്ലേ അമ്മാവ. സസ്പെൻസ് പിടിച്ച് ത്രില്ലടിപ്പിക്കുക, അതാ അവന്റെ സ്റ്റൈൽ. ഇറ്റ്സ് മൈ പോളിസി. അല്ല, അമ്മ ഏത് ഹോസ്പിറ്റലാ? അല്ല, അതിപ്പോ ഏത് ആശുപത്രിയിലാണെന്ന് ചോദിച്ചാ ഇപ്പം വീട്ടിലാ അല്ലേ അമ്മാവ? എന്നാ വണ്ടി നേരെ വീട്ടിലോട്ട് വിട്. Yes, come on. വാ.